പ്രിയമുള്ളവരെ, 2026 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ സഭാപ്രസംഗൻ 6-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. ഒന്നാമത്തെ ചോദ്യം: ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. എങ്കിലും എന്താണ് അവന് നൽകാത്തത്? അവ അനുഭവിക്കാനുള്ള കഴിവ്. ദൈവം മനുഷ്യർക്ക് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകിയിരിക്കുന്നുവെങ്കിലും അവയനുഭവിക്കാനുള്ള കഴിവ് നൽകാത്തത് എങ്ങനെയുള്ള തിന്മയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദുർവഹമായ തിന്മ. ദൈവം നൽകിയിരിക്കുന്ന എന്തെല്ലാമാണ് അനുഭവിക്കാനുള്ള കഴിവ് മനുഷ്യന് നൽകിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? സമ്പത്തും ഐശ്വര്യവും കീർത്തിയും. ദൈവം നൽകിയിരിക്കുന്ന സമ്പത്തും ഐശ്വര്യവും കീർത്തിയും ആരനുഭവിക്കുന്നതാണ്? മിഥ്യയും തീവ്രവേദനയുമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്യൻ. 100 മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നാലും ജീവിതസുഖങ്ങൾ ആസ്വദിക്കാനും സംസ്കാരം പോലും ലഭിക്കാനും ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം എന്തായിരുന്നുവെന്നാണ് സഭാപ്രസംഗൻ പറഞ്ഞത്? ചാപിള്ളയായി പിറക്കുകയായിരുന്നു എന്ന്. എന്തിനേക്കാൾ ഭേദമാണ് ചാപിള്ളയായി പിറക്കുകയായിരുന്നത് എന്നാണ് സഭാപ്രസംഗൻ പറഞ്ഞിരിക്കുന്നത്? ജീവിതസുഖങ്ങൾ ആസ്വദിക്കാനോ സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ. എന്താണ് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നത്? ചാവിള്ളയായി പിറക്കുന്നത്. എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ്റെ അധ്വാനം മുഴുവൻ എന്നാണ് സഭാപ്രസംഗൻ പറഞ്ഞത്? ഉദരപൂരണത്തിന്. സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത് എന്താണ്? കൺമുമ്പിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ്. തന്നേക്കാൾ ശക്തനോട് മല്ലിടാൻ ആർക്ക് കഴിവില്ലെന്നാണ് വ്യക്തമായി കഴിഞ്ഞുവെന്ന് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യന്. മറ്റുള്ളവരുടെ മുമ്പിൽ ചമഞ്ഞു നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ഡാഷിന് എന്തു നേട്ടം? ദരിദ്രന്. വാക്കുകളുടെ പെരുപ്പം എന്തിൻ്റെ പെരുപ്പമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മിഥ്യയുടെ. മനുഷ്യൻ്റെ ഹ്രസ്വജീവിതം എങ്ങനെ കടന്നു പോകുന്നു എന്നാണ് സഭാപ്രസംഗകൻ്റെ അഭിപ്രായം? നിഴൽ പോലെ. നിഴൽ പോലെ കടന്നു പോകുന്ന മനുഷ്യൻ്റെ ഹ്രസ്വജീവിതം എങ്ങനെയുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വ്യർത്ഥമായത്. താങ്ക് യു.